നമസ്തേ. 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമായിട്ടുള്ള രാജധർമ്മ എന്നുള്ള പാഠത്തിലെ പാഠാഭ്യാസവും ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തൊട്ട് മുമ്പത്തെ വീഡിയോയിലൂടെ ഈ പാഠത്തിലെ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഏകപദേന ഉത്തരത, ഒറ്റ വാക്കിലാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, മഹിളാരോപ്യം നാമ ജനപദ കുത്ര ആസീത്. മഹിളാരോപ്യം എന്ന സ്ഥലം എവിടെയാണുള്ളത്? ദക്ഷിണപഥേ. കഹ ജാലബന്ധൻ കപോതാൻ ദൃഷ്ട നിതരം സന്തുഷ്ട ഭവൻ. ആരാണ് വലയിലകപ്പെട്ട പ്രാവുകളെ കണ്ട് സന്തോഷിച്ചത്? വ്യാധ, വേടനാണ് സന്തോഷിച്ചത്. അടുത്തത്, ചിത്രഗ്രീവസ്യ ശബ്ദം ശ്രുത്വ കഹ ബഹിഹി ആഗച്ഛത്. ചിത്രഗ്രീവന്റെ ശബ്ദം കേട്ട് ആരാണ് പുറത്തേക്ക് വന്നത്? ഹിരണ്യകഹ, ഹിരണ്യകനാണ് പുറത്തേക്ക് വന്നത്. അടുത്ത, ഏകവാക്യേന ഉത്തരത, കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്ഞഃ അവിവേകസ്യ ഫലം കിം. രാജാവിൻ്റെ അവിവേകത്തിൻ്റെ ഫലം എന്താണ്? രാജ്ഞഃ അവിവേകസ്യ ഫലം പ്രജാനാം ദുരനുഭവഃ എവ. പ്രജകളുടെ ദുരനുഭവമാണ് രാജാവിൻ്റെ അവിവേകം. അപ്പോൾ ഫലം കിം എന്നുള്ള ഭാഗത്ത് ഉത്തരം പ്രജാനാം ദുരനുഭവ എന്ന് എഴുതാം. ഏവ എന്നുള്ളത് എക്സ്ട്രാ കംപ്ലീറ്റ് ആവാനായിട്ട് ഏവ എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. അടുത്തത്, വ്യാധ കാൻ ആശ്ചര്യേണ പശ്യൻ. വ്യാധൻ ആരാണ് ആശ്ചര്യത്തോടു കൂടി കണ്ടത്? വ്യാധ ജാലബന്ധൻ കപോതാൻ ആശ്ചര്യേണ പശ്യൻ. വ്യാധൻ ജാലബന്ധൻ കപോതാൻ, വലയിലകപ്പെട്ട പ്രാവുകളെയാണ് ആശ്ചര്യത്തോടു കൂടി കണ്ടത്. കാൻ എന്നുള്ള അവിടെ ആ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ അവിടെയാണ് ജാലബന്ധൻ കപോതാൻ എന്ന് എഴുതി ചേർക്കേണ്ടത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ പോലെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഏകവാക്യേന ഉത്തരത കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കെ പ്രഥമതയാ മോചനീയാഹ ഇത് ചിത്രഗ്രീവഃ വദത്. ആരെയാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ മോചിപ്പിക്കേണ്ടത് എന്ന് ചിത്രഗ്രീവൻ പറഞ്ഞത്? ഉത്തരം, അനുചരാൻ പ്രഥമതയാ മോചനീയാഹ ഇത് ചിത്രഗ്രീവഃ വദത്. തൻ്റെ അനുചരന്മാരെ, തൻ്റെ ഫോളോവേഴ്സിനെയാണ്, കൂടെ വന്ന ആൾക്കാരെയാണ് ആദ്യമായി മോചിപ്പിക്കേണ്ടത് എന്ന് ചിത്രഗ്രീവൻ പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലിറിട്ട് ലകാരി രൂപാണി വദത. ലിറിട്ട് ലകാരത്തിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. ലിറിട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. സഹ ലേഖിഷ്യതി, തൗ ലേഖിഷ്യതഃ, തേ ലേഖിഷ്യന്തി. ത്വം ലേഖിഷ്യസി, യുവാം ലേഖിഷ്യതഃ, യൂയം ലേഖിഷ്യഥ. അഹം ലേഖിഷ്യാമി, ആവാം ലേഖിഷ്യാവഹ, വയം ലേഖിഷ്യാമഹ. അടുത്തത് ലിറിട്ട് ലകാരം തന്നെയാണ്. അതിൽ വദ് ധാതുവാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. സഹ വദിഷ്യതി, തൗ വദിഷ്യതഃ, തേ വദിഷ്യന്തി. ത്വം വദിഷ്യസി, യുവാം വദിഷ്യതഃ, യൂയം വദിഷ്യഥ. അഹം വദിഷ്യാമി, ആവാം വദിഷ്യാവഹ, വയം വദിഷ്യാമഹ. ഇത് കംപ്ലീറ്റ് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. നാലാമത്തെ ചോദ്യം, രേഖാങ്കിത പദം ഉത്തരത്വേന ലബ്ധും പ്രശ്നം ലിഖത. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് മേക്കിംഗ് ആണ്. അപ്പോൾ കഹ, കുത്ര, കഥം, കുതഹ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തിട്ടുണ്ട്. കഹ എന്ന് വെച്ചാൽ ആര്, കുത്ര വേർ എവിടെയെന്നാണ്, കഥം എന്ന് വെച്ചാൽ എങ്ങനെയെന്നാണ് അർത്ഥം, കുതഹ എന്ന് വെച്ചാൽ ഫ്രം വേർ എവിടെ നിന്നാണെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ചോദ്യം നോക്കാം. കപോതാനാം കഹ കപോതാനാം രാജ അസ്തി. ആരാണ് കപോതങ്ങളുടെ രാജാവായിട്ടുള്ളത്? ചിത്രഗ്രീവഃ കപോതാനാം രാജാസ്തി. അപ്പോൾ ഇവിടെ ആര് എന്നുള്ളത് എന്താ യൂസ് ചെയ്തത്? കഹ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഉദാഹരണം അനുസരിച്ചാണ് നമ്മൾ അടുത്തത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചോദ്യം, കപോതാഹ വടവൃക്ഷേ ഉപവിശന്തി. കപോതങ്ങൾ വടവൃക്ഷത്തിൽ ഇരിക്കുന്നു. അപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് എന്താണ് ആൻസർ? ക്വസ്റ്റ്യൻ വേർഡായിട്ട് ചോദിക്കുക. കുത്ര ഉപവിശന്തി, കപോതാഹ കുത്ര ഉപവിശന്തി. അടുത്തത്, വ്യാധഃ നിലീയ ഉപവിശതി. വ്യാധൻ ഇരിക്കുന്നു. അപ്പോൾ വ്യാധഃ എന്നുള്ളത് ഹു എന്നുള്ള അർത്ഥത്തിൽ ഏതാണ് ക്വസ്റ്റ്യൻ വേർഡ്? കഹ, കഹ നിലീയ ഉപവിശതി. അടുത്തത്, കപോതാഹ സസന്തോഷം ഉഡ്ഡയന്തി. സന്തോഷത്തോടു കൂടി പ്രാവുകൾ പറക്കുന്നു. അപ്പോൾ എങ്ങനെ പറക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ അതിന് സംസ്കൃതം കഥം ഉഡ്ഡയന്തി. അടുത്തത്, മൂഷകഃ ബിലാത് ആഗച്ഛതി. എലി മാളത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡാണ് കുതഹ ആഗച്ഛതി. മൂഷകഃ കുതഹ ആഗച്ഛതി. അടുത്തത്, ഉദാഹരണസാരം റിക്തസ്ഥാനാനി പൂരയത. ത്വം ഗമിഷ്യസി, യുവാം ഗമിഷ്യതഃ, യൂയം ഗമിഷ്യത. ഇതേപോലെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനാണ്. ത്വം വദിഷ്യസി, യുവാം വദിഷ്യതഃ, യൂയം വദിഷ്യത. ത്വം പഠിഷ്യസി, യുവാം പഠിഷ്യതഃ, യൂയം പഠിഷ്യത. ത്വം തരിഷ്യസി, യുവാം തരിഷ്യതഃ, യൂയം തരിഷ്യത. ത്വം ലേഖിഷ്യസി, യുവാം ലേഖിഷ്യതഃ, യൂയം ലേഖിഷ്യത. ത്വം ഹസിഷ്യസി, യുവം ഹസിഷ്യതഃ, യൂയം ഹസിഷ്യഥ. ത്വം ഖാദിഷ്യസി, യുവം ഖാദിഷ്യതഃ, യൂയം ഖാദിഷ്യഥ. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, ത്വം ചലിഷ്യസി, യുവം ചലിഷ്യതഃ, യൂയം ചലിഷ്യഥ. ത്വം ക്രീഡിഷ്യസി, യുവം ക്രീഡിഷ്യതഃ, യൂയം ക്രീഡിഷ്യഥ. ത്വം ഹരിഷ്യസി, യുവം ഹരിഷ്യതഃ, യൂയം ഹരിഷ്യഥ. ത്വം ഗർജിഷ്യസി, യുവം ഗർജിഷ്യതഃ, യൂയം ഗർജിഷ്യഥ. ത്വം സ്ഥാസ്യസി, യുവാം സ്ഥാസ്യതഃ, യൂയം സ്ഥാസ്യഥ. ത്വം ഗാസ്യസി, യുവാം ഗാസ്യതഃ, യൂയം ഗാസ്യഥ. ത്വം പാസ്യസി, യുവാം പാസ്യതഃ, യൂയം പാസ്യഥ. ത്വം നംസ്യസി, യുവാം നംസ്യതഃ, യൂയം നംസ്യഥ. ഇങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആറാമത്തെ ചോദ്യം, ഉദാഹരണാനുസാരം ക്രിയാപദസ്യ പരിവർത്തനം കുരുത. ക്രിയാപദത്തിനെ കൺവേർട്ട് ചെയ്യാനാണ്.
എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സഹ ലേഖിഷ്യതി, അത് ത്വം ലേഖിഷ്യസി എന്നാക്കുക. ലേഖിഷ്യതി എന്നുള്ളത് ലേഖിഷ്യസി എന്നാണ് ആക്കേണ്ടത്. ഛാത്രഃ പഠിഷ്യതി, ത്വം പഠിഷ്യസി. ശിശുഃ ക്രീഡിഷ്യതി, ത്വം ക്രീഡിഷ്യസി. ഏഷഃ വദിഷ്യതി, ത്വം വദിഷ്യസി. ജനകഃ ഗമിഷ്യതി, ത്വം ഗമിഷ്യസി. രാജാ ദാസ്യതി, ത്വം ദാസ്യസി. ഏഴാമത്തെ ഉചിത ക്രിയാപദേഹി പൂരയത, ഉചിതമായിട്ടുള്ള വെർബ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനാണ്. കൃഷ്ണഃ മധുരാം അഗച്ഛത് ഓർ അഗച്ഛം. ഉത്തരം അഗച്ഛത്താണ് വരിക, കാരണം ഏകവചനായതുകൊണ്ട്. യുവാം സംസ്കൃതം ഡാഷ് അപഠതം ഓർ അപഠത. ഇവിടെ അപഠതം എന്നുള്ളത് ദ്വിവചനാണ്, അപഠത എന്ന് പറയുന്നത് ബഹുവചനാണ്. അപ്പോൾ യുവാം എന്നുള്ളത് ദ്വിവചനായതുകൊണ്ട് ക്രിയാപദവും ദ്വിവചനായിട്ടുള്ള അപഠതം ആയിട്ടാണ് എഴുതേണ്ടത്. അടുത്തത് ബാലികാഹ ഗീതം ഡാഷ് അഗായത് ഓർ അഗായൻ. ബാലികാഹ ബഹുവചനായതുകൊണ്ട്, സബ്ജക്റ്റ് ബഹുവചനായതുകൊണ്ട് ഉത്തരം അഗായനായിട്ടുള്ള ബഹുവചനാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ബാലികാഹ ഗീതം അഗായൻ ആണ് ഉത്തരം. അടുത്തത് അഹം ചലച്ചിത്രം ഡാഷ്. അഹം വരുമ്പോൾ ഏകവചനായതുകൊണ്ട് അപശ്യാമ ആണോ അപശ്യം എന്നാണോ? അപശ്യം എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ത്വം കഥാം ഡാഷ് അവദത് എന്നാണോ അവതഹ എന്നാണോ? ഇവിടെ ത്വം എന്നുള്ളത് ഏകവചനായതുകൊണ്ട് അവതഹ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ത്വം കഥാം അവതഹ. കോകിലഹ ഡാഷ്. കോകിലഹ എന്നുള്ള സബ്ജക്റ്റ് ഏകവചനായതുകൊണ്ട് ക്രിയാപദം ഏകവചനായിരിക്കണം. അഗായൻ ഓർ അഗായത്ത്. ഉത്തരം സ്പഷ്ടമാണ്, അഗായത്ത് ആണ് ഉത്തരം. കോകിലഹ അഗായത്ത്. സബ്ജക്റ്റ് ഏത് വചനാണോ അതേ വചനായിരിക്കണം ക്രിയാപദം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് ചിത്രം ദൃഷ്ട പ്രശ്നാൻ പൃച്ഛത. കുതഹ ഓർ കിമർത്ഥം. കുതഹ എന്ന് വെച്ചാൽ എവിടെ നിന്നാണ്, കിമർത്ഥം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടി. കിം ഏതത് പുഷ്പം, ഇത് പുഷ്പമാണോ? ആം ഏതത് പുഷ്പം. കിം ഏഷഃ സിംഹഃ, ഇത് സിംഹമാണോ? ന ഏഷഃ സിംഹഃ ന. അപ്പോൾ കുതഹ എന്ന് വെച്ചാൽ എവിടെ നിന്ന്, കിമർത്ഥം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടി. കിം ഏഷഃ ശ്രീരാമഃ, ഇത് ശ്രീരാമനാണോ? ആം ഏഷഃ ശ്രീരാമഃ. കിം ഏഷാ ദുർഗ, ദുർഗയാണോ? ആം ഏഷാ ദുർഗ, ഇത് ദുർഗയാണ്. കിം ഏതൗ ഗജൗ, ഇത് രണ്ടും ആനകളാണോ? ന ഏതൗ സിംഹൗ, ഇതിൽ രണ്ടും സിംഹങ്ങളാണ്. ഇവിടെ ചിത്രത്തിൽ ഒന്നേ ഉള്ളൂ. കിം ഏതാനി ക്രീഡനകാനി, ഇത് എല്ലാതും ടോയ്സ് ആണോ? ആം ഏതാനി ക്രീഡനകാനി, ഇതെല്ലാം കളിപ്പാട്ടങ്ങൾ. അടുത്തത് കിം ഏഷാ മല്ലിക, ഇത് മുല്ലപ്പൂവാണോ? ന ഏഷാ മല്ലിക ന, ഇത് മുല്ലപ്പൂ അല്ല. കിം ഏതേ സംഗണകയന്ത്രേ, ഇത് രണ്ടും കമ്പ്യൂട്ടറുകളാണോ? ആം ഏതേ സംഗണകയന്ത്രേ, ഇത് രണ്ടും കമ്പ്യൂട്ടറുകളാണ്. ലാസ്റ്റ് വൺ, കിം ഏതേ ഛാത്രാഹ പഠന്തി, ഈ കുട്ടികളൊക്കെ പഠിക്കുകയാണോ? ആം ഏതേ ഛാത്രാഹ പഠന്തി, ഈ കുട്ടികളൊക്കെ പഠിക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ പുതിയൊരു പാഠം മനസ്സിലാക്കാം, പഠിക്കാം. ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ധന്യവാദാഹ.